എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുതുമയാർന്ന രുചിയിലുള്ളൊരു പരിപ്പ് വടയാണ്. പൊതുവേ എല്ലാവർക്കും പ്രിയങ്കരമായ പരിപ്പ് വട ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വളരെയേറെ ഇഷ്ടമാകും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 4 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ കുതിർത്ത തുവരപ്പരിപ്പ് 250 ഗ്രാം, ചെറിയ ഉള്ളി അരിഞ്ഞത് 1 പിടി, വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് 2 എണ്ണം, കായംപൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 2 ഇതൾ, കാപ്സിക്കം ചെറുതൊന്ന്, ഇഞ്ചി ചെറിയൊരു കഷ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുറച്ച് മല്ലിയില, ഉപ്പ് പാകത്തിന്. കുതിരാൻ വെച്ച പരിപ്പിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് അരിഞ്ഞു വെച്ച ഇഞ്ചിയും കാപ്സിക്കവും പരിപ്പിൻ്റെ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഒട്ടും വെള്ളമില്ലാതെ മീഡിയം ലെവലിൽ അരച്ചെടുക്കുക. കൂടുതലായി അരഞ്ഞു പോകരുത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ബാക്കിയുള്ള ചേരുവകൾ അതിലേക്കിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ബാക്കിയുള്ള ചേരുവയെല്ലാം അതിലേക്കിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ തിളച്ച് വരുമ്പോൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. വെന്ത് പാകമാകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അതീവ രുചിയുള്ള പരിപ്പ് വട റെഡി. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത വേറൊരു സ്വാദായിരിക്കും ഇതിന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്താൽ ഇതിനേക്കാൾ മികച്ച വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവും. വീണ്ടും കണ്ടുമുട്ടുന്ന പ്രതീക്ഷയിൽ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ബൈ.